ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 പാർട്ട് 2 ആണ്. ഓക്കെ, എന്തൊക്കെയാണ് നോക്കിയാലോ. നമുക്ക് ആദ്യം ഇറങ്ങുന്ന സ്കോപ്പ് ഓഫ് ഫാർമസി അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അങ്ങനെ എക്സാമുകളിൽ അങ്ങനെ സ്കോപ്പ് ഓഫ് ഫാർമസി എന്നും പറഞ്ഞ് എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ എന്നാൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കാം, ജസ്റ്റ് കേട്ടാൽ മാത്രം മതി, അങ്ങനെ കാര്യമായിട്ട് വെച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ബേസിക്കലി ഫാർമസി എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ഫീൽഡാണ് എന്നാണ് പറയുന്നത്. എന്നാൽ തന്നെയും ലിമിറ്റേഷൻസ് ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് ഫാർമസി. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റി ഫാർമസി. എല്ലാവർക്കും അറിയാം, എല്ലായിടും കമ്മ്യൂണിറ്റി ഫാർമസികളുണ്ട്, നമ്മൾ കാണാറുണ്ടല്ലേ. ആശ്രയ, വിശ്വാസ്, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി ഫാർമസി ഉണ്ട്. ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആർക്ക് വേണമെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഫാർമസി ഓപ്പൺ ചെയ്യാനും അവിടെ പേഷ്യൻ്റ് കൗൺസിലിങ്ങും പേഷ്യൻ്റ് മെഡിക്കേഷൻ ഡിസ്പെൻസിങ്ങും ചെയ്യാൻ പറ്റും. മരുന്ന് കൊടുക്കാനും കൗൺസിൽ ചെയ്യാനും പറ്റും. ഓക്കെ, രണ്ടത് ഹോൾസെയിൽ ഫാർമസിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഫാർമസീനെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് ഹോൾസെയിൽ ഫാർമസി. അതായത് ഒരു കുഞ്ഞു കടയുണ്ടെങ്കിൽ ഒരു വലിയ ഹോൾസെയിൽ കടയിൽ നിന്നായിരിക്കും സാധനങ്ങൾ വരെ ഉണ്ടാവുക, വാങ്ങുക, എല്ലാവരും വില കുറച്ച് കൊടുക്കും, അതനുസരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വിൽക്കുവാണ് ചെയ്യുക. ഈ ഒരു പരിപാടിയാണ് ഹോൾസെയിൽ ഫാർമസിയിലും ചെയ്യുക. ഇവർക്കൊരു റീറ്റെയിലുമായിട്ടൊരു ലിങ്ക് ഉണ്ടായിരിക്കും. അവിടെയും ഫാർമസിസ്റ്റ് തന്നെയാണ് ഹോൾസെയിൽ ഫാർമസി റണ്ണ് ചെയ്യുക. നമുക്കിനി ഇച്ചിരി കൂടെ ലോയും റെഗുലേഷനും പറയുവാണെങ്കിൽ പിന്നെയും മാറും കേട്ടോ. ഈ ഹോൾസെയിൽ ഫാർമസി റൺ ചെയ്യാൻ ഒരു ഫാർമസിസ്റ്റ് തന്നെ വേണം എന്നൊന്നുമില്ല. അവിടെയും വേറെ ഓപ്പർച്യൂണിറ്റികളുണ്ട്, അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറ്റും. അങ്ങനെ കുറച്ച് ലോ ഒക്കെ ഉണ്ട്. നിങ്ങൾ ജൂറിസ്പ്രുഡൻസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾ പഠിക്കും. ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഫാർമസിസ്റ്റിന് ഹോൾസെയിൽ ഫാർമസിയിലും ഒരു ഇത് ചെയ്യാം, അല്ലെങ്കിൽ അവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഫാർമസിസ്റ്റിന് മാത്രമല്ല കേട്ടോ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കുക. സോ നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. ഇത് കമ്മ്യൂണിറ്റി ഫാർമസി, അവിടെ നിന്ന് ഹോൾസെയിൽ ഫാർമസി, ഇതിനൊരു ഇൻഡസ്ട്രിയൽ ഫാർമസി. ഇൻഡസ്ട്രിയൽ ഫാർമസി മരുന്ന് ഹോൾസെയിലേക്ക് പോകുന്നു, ഹോൾസെയിൽ നിന്ന് റീറ്റെയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫാർമസിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ഫാർമസി ആണ്. സോ ഇവിടെയാണ് മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, പാക്കിംഗ് ഒക്കെ നടക്കുന്നത് കേട്ടോ. സോ ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ എന്തൊക്കെ നടക്കുമായിരിക്കും? വലിയൊരു ഇൻഡസ്ട്രി അല്ലേ, അവിടെ നടക്കും പ്രൊഡക്ഷൻ നടക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ, ഡ്രഗ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നു, ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസും അതിൻ്റെ ക്വാളിറ്റി കൺട്രോളും പാക്കിങ്ങും ഒക്കെ നടക്കുന്നത് ഇൻഡസ്ട്രിയൽ ഫാർമസിയിലായിരിക്കും. ഈ രണ്ടാമത്തത് അനലിറ്റിക്കൽ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആണ്. നമ്മൾ ഉണ്ടാക്കി മാത്രം കൊടുത്താൽ മതിയോ? ഇന്ന് ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും നാളെ ഉണ്ടാക്കുന്നു, മറ്റന്ന് ഉണ്ടാക്കുന്നു, ഒരു വർഷം കഴിഞ്ഞ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും, അത് റോ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഫൈനൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റും ടെസ്റ്റ് ചെയ്യുമ്പം ഒരു രീതിയിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. നമുക്കറിയാം, പുതിയ ഫോർമുലേഷൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയൊരു ഡ്രഗ് റെജിമെൻ കൊണ്ടുവരിക. അതിൻ്റെ ആവശ്യം എന്താണ്? പേഷ്യൻ്റ് എഫിക്കസിയും സേഫ്റ്റി. നമുക്ക് എപ്പോഴും പേഷ്യൻ്റ് എഫിക്കസിയും സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഫാർമസിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ എഫിക്കസിയും സേഫ്റ്റിയും നമ്മളെപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് റിസർച്ച് ഡെവലപ്മെൻറ്റ് നടത്താറുണ്ട്. നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ്. നമുക്കറിയാം, ഉണ്ടാക്കിയ സാധനം പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം, അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഹെൽത്ത് സിസ്റ്റം ഫാർമസി. സോ ഇത്രയുമാണ് സ്കോപ്പിൽ വരിക കേട്ടോ. ഒരു ഫാർമസീൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ, പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് ഹോൾസെയിലാണ്. സോ ഈ നമ്മൾ ഹെൽത്ത് സിസ്റ്റം ഫാർമസിനെ പറ്റി പറയുവാണ്. ഇതും സ്കോപ്പ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ബ്രാഞ്ച് പോലെ കേട്ടോ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാർമസിസ്റ്റ് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? ഒന്നുകിൽ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യാം, ഹോൾസെയിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം അല്ലേ. സോ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ ചെയ്യുക? ഒന്ന് ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യും, പേഷ്യൻ്റ് കൗൺസിലിംഗ് കൊടുക്കും, മോണിറ്ററിങ് ഡ്രഗ് റെജിമെൻറ്റിനെ മോണിറ്റർ ചെയ്യുക, പിന്നെ സേഫ്റ്റി എഫിക്കസി ഒക്കെ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമുണ്ട്, ഭയങ്കര സിമ്പിളാണ്. സോ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക ഒരു ഫാർമസിസ്റ്റ് ചെയ്യേണ്ടതെന്നാണ്. ഫസ്റ്റ് വൺ ഇസ് ന്യൂക്ലിയർ ഫാർമസി. സോ ന്യൂക്ലിയർ ഫാർമസി എന്ന് വെച്ചാൽ ഇൻവോൾവ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്പെൻസിങ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡ്രഗ് യൂസ് ഫോർ ഡയഗ്നോസ്റ്റിക്, ഇമേജിംഗ് ആൻഡ് തെറാപ്യൂട്ടിക് പേർപ്പസ്. സോ ബേസിക്കലി നമ്മളൊരു ഹോസ്പിറ്റൽ കെയർ ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അണ്ടറിലൊരു ഫാർമസി വരികയാണെങ്കിൽ അതിൽ വരുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയർ ഫാർമസി. സോ ന്യൂക്ലിയർ ഫാർമസി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോ ആക്റ്റീവ് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുക, ഡിസ്പെൻസ് ചെയ്യുക ഒക്കെ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കാഡമിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ് കൊടുക്കാനും അതിൻ്റെ ഫംഗ്ഷനിങ്ങിനും എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒക്കെ ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആലോചിക്കണം, ഈ ന്യൂക്ലിയർ ഫാർമസിക്ക് ഹെൽത്ത് സിസ്റ്റം ഫാർമസീൻ്റെ അണ്ടർ വരികയാണ് കേട്ടോ. അതായത് നമുക്ക് എന്തോ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ജേർണലിസം ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം,
ഫാർമസിസ്റ്റുകൾ എന്ന് വെച്ചാൽ വെറുതെ പഠിക്കുക ഇറങ്ങുക എന്നുള്ളതല്ല. ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്കിൽസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്കിപ്പം നമ്മൾ പണ്ട് ഫോളോ ചെയ്യുന്ന പോലെയല്ല ഇപ്പം ഫോളോ ചെയ്യുന്നത് അല്ലേ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരിക. പിന്നെ ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ആർക്കും ഏത് ഡ്രഗും എടുത്ത് ഉപയോഗിക്കാം എന്നൊരു ഇതൊന്നുമില്ല. നമുക്ക് റെഗുലേഷൻ ഉണ്ട് അല്ലേ, ഒരു ലെജിസ്ലേഷൻ ഉണ്ട്. ലെജിസ്ലേഷൻ ഉണ്ടല്ലാണ് റെഗുലേഷൻ വരിക. സോ നമുക്കൊരു റെഗുലേഷൻ ഉണ്ട്. ഈ റെഗുലേഷൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് സ്കോപ്പാണ്. ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഉണ്ടല്ലോ എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് അഡ്വൈസറി ഏജൻസി. അതായത് ഗവൺമെന്റിന് ഡ്രഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അനലിറ്റിക്കൽ ഏജൻസി, അതായത് ഡ്രഗിന്റെ കൺട്രോളും ടെസ്റ്റും ഒക്കെ നടത്തുന്ന അനാലിസിസും ഒക്കെ നടത്തുന്നതും അനലിറ്റിക്കൽ ഏജന്റ്. പേര് പറയുന്ന പോലെ തന്നെ അനാലിസിസ് ചെയ്യുക. ആൻഡ് ലൈസൻസിങ് അതോറിറ്റി, അതായത് ഡ്രഗിന്റെ ഇമ്പോർട്ട് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതിന് ലൈസൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ലൈസൻസിങ് അതോറിറ്റി വരിക കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആണ്. ഫാർമസിസ്റ്റിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ലിങ്ക്ഡ് എവിടെയാണ്, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് ലിങ്ക്ഡ് ആണ് അല്ലേ. അത് മാത്രമല്ല ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇപ്പം AICTC ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ AICTCയും അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മുടെ പ്രൊഫഷണലി നമുക്ക് ഒരുപാട് അപ്ഹോൾഡ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AICTC ഒക്കെ എടുത്ത് മാറ്റി കേട്ടോ. ഇപ്പോൾ AICTC ഒന്നും ഇല്ല നമുക്ക് നിലവിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെക്കുക, അല്ലാണ്ട് അധികം ഒന്നും ഇങ്ങനെ കാട് കയറി ചിന്തിക്കാനൊന്നും പോകണ്ട. ഇത് സ്കോപ്പാണ് അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. സോ നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫാർമക്കോപ്പിയ. സോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഫാർമക്കോപ്പിയ. ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിള് പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ രാമായണം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഖുറാൻ പോലെയാണ്. അതായത് നമ്മളെ ഫാർമസി പ്രൊഫഷൻ സംബന്ധിച്ച് എല്ലാ ചേഞ്ചസുകളും ഈവൻ ദോ ഡ്രഗ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കോട്ട് ചെയ്യുന്ന ഒരു ബുക്ക്, ഒരു യൂണിവേഴ്സൽ ബൈബിൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഫാർമക്കോപ്പിയ എന്താണ്? ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ഫാർമക്കോൺ, അതായത് ഡ്രഗ്, പോയ മീൻസ് മേക്ക്, ഡ്രഗ് മേക്ക് എന്നുള്ള ഒരു അർത്ഥത്തിൽ നിന്നാണ് ഫാർമക്കോപ്പിയ വന്നത്. ഒരു ഒഫീഷ്യൽ ലീഗൽ ബുക്കാണ് ഇഷ്യൂഡ് ബൈ അതോറിറ്റീസ്. സോ ബേസിക്കലി ഓരോ രാജ്യത്തും ഓരോ ഗവൺമെൻറ് കുറച്ച് കമ്മിറ്റീനെ അപ്രൂവ് ചെയ്ത് വെക്കും, അവരാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ അവരാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഫാർമക്കോപ്പി ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? സബ്സ്റ്റൻസസ്, ഫോർമുലാസ്, ഡിസ്ക്രിപ്ഷൻ, സ്റ്റാൻഡേർഡ്സ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ പാരസ്റ്റമോൾ ആണെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ടാവും, അതിനെപ്പറ്റി യൂസ്, അതിൻ്റെ വേറെ ബാക്കിയുള്ള കെമിക്കൽ നേച്ചർ എല്ലാം കാണും കേട്ടോ. ഒരു ഡ്രഗിനെ പറ്റി എൻ്റെ ഡീറ്റെയിൽസും കാണുന്നൊരു ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ഫാർമക്കോപ്പിയ. മനസ്സിലായല്ലോ? ഇനി എന്താ ഫാർമക്കോപ്പിയ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം, അതൊരു ബൈബിൾ പോലെയാണ്, ഒരു ബുക്ക് പോലെയാണ്, ഒരു ലീഗൽ ബുക്കാണ്, നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റി ഉണ്ടാക്കിയ ബുക്കാണ്. സോ ബേസിക്കലി പണ്ട് കാലങ്ങളൊക്കെ നമ്മൾക്കൊരു സ്വന്തമായ ഒരു ഫാർമക്കോപ്പി ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷുകാരാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നെ മാറ്റി നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പി നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ദോ നമ്മൾ മറ്റുള്ള ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, പിന്നെ USP അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ഫാർമക്കോപ്പിയസ് യൂസ് ചെയ്യാറുണ്ട്, ചെയ്യായികൊന്നുമില്ല. കാര്യം നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഫോർമുലേഷൻസ് ഒക്കെ അവൈലബിൾ അല്ല, ഡ്രഗ് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഫാർമക്കോപ്പി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ ഫാർമക്കോപ്പിയാണ്. ഫസ്റ്റ് ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ ഓഫ് ഇന്ത്യ അപ്പീസ് ഇൻ 1868 എഡിറ്റഡ് ബൈ എഡ്വേർഡ് ജോൺ വാർണിംഗ്. സോ മറന്നുപോണ്ട, 1868 എഡ്വേർഡ് ജോൺ വാറിംഗ് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ഫാർമക്കോപ്പി കേട്ടോ. സോ ഇൻ 1948 ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ദ ഇന്ത്യൻ ഫാർമക്കോപ്പി കമ്മിറ്റി ടു പ്രിപ്പയർ ദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ. അതിനുശേഷം 1948 നമ്മളെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റിനെ രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫാർമക്കോപ്പിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. So currently in its 7th edition published in 2014 contain 577 new monographs. ഓക്കെ, അപ്പം കറൻ്റ്ലി എവിടെയാണ്? 2014 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 577 പുതിയ മോണോഗ്രാഫ്സ് കൊണ്ടുവന്നു. അപ്പം നമ്പറൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി മതി. 2014 പുതിയത് വന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാലും മതി. നെക്സ്റ്റ് വൺ ഇസ് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയാണ്. 1864 വന്ന് കണ്ടോ, 1864 വന്നു. നമ്മൾ 1868 ഇന്ത്യൻ ഫാർമക്കോപ്പിയ കൊണ്ടുവന്നു. പിന്നെ
സബ്സിക്വന്റ് എഡിഷൻസും റിവിഷൻസും വരും കേട്ടോ, അതിങ്ങനെ ഫർദർലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ദ 8th edition published in 1953 introduced English title for drug and preparation instead of Latin and adopted a metric system. ഈ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 1953 ഇംഗ്ലീഷ് ടൈറ്റിൽസും കൊണ്ടുവരാൻ തുടങ്ങി. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡ്രഗ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലാറ്റിൻ വേർഡ്സുകളാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും, നമ്മൾ കുറേ ലാറ്റിൻ വേർഡ്സ് പഠിക്കുന്നുണ്ട്. കാര്യം ഇപ്പം TIS BDS എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പാൻഷനൊക്കെ നോക്കുവാണെങ്കിൽ ലാറ്റിൻ ടേംസ് ആണ്. അതിന് കാരണം വെച്ചാൽ ലാറ്റിനാണ് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറിയിട്ട് മെട്രിക് സിസ്റ്റത്തിലേക്ക് വരികയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈറ്റിൽസ് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് USP ആണ്. ഫസ്റ്റ് എഡിഷൻ വരുന്നത് 1820 പീരിയോഡിക് അപ്ഡേഷൻ റിവിഷൻസ് നടക്കാറുണ്ട്. സോ നമുക്ക് ഇന്ത്യൻ ഫാർമക്കോപ്പിയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ബാക്കിയുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. കറൻ്റ്ലി 13th edition കണ്ടോ, 30 edition USP 30 വിച്ച് കണ്ടെയ്ൻ 4100 ആൻഡ് മോണോഗ്രാഫ് ആൻഡ് 200 ജനറൽ ചാപ്റ്റേഴ്സ്. കണ്ടോ, കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട്, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡ്രഗ്, ഡയറ്ററി സബ്സ്റ്റൻസ്, ബയോളജിക്കൽ പ്രൊഡക്റ്റ്, എക്സിപ്പിയൻസ് ആൻഡ് മോർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഡ്രഗ് ഡീറ്റെയിൽസും എക്സിപ്പിയൻസും ബയോളജിക്കൽ പ്രൊഡക്ട്സും ഡയറ്ററി സബ്സ്റ്റൻസും വരാനകത്ത് ഉണ്ട് എന്നുള്ള. അപ്പോൾ അതൊക്കെ പീരിയോഡിക് അപ്ഡേഷൻസ് നടക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് യൂറോപ്യൻ ഫാർമക്കോപ്പിയ EP ആണ്, 1967. പിന്നെ സബ്സിക്വന്റ് എഡിഷൻസും സപ്ലിമെന്റ്സും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് കറൻ്റ്ലി 8th edition ആണ്, 2013 2 വോളിയം ആയിട്ടാണ് വന്നത്. അതിനകത്ത് എന്താണ് സബ്സ്റ്റൻസ് മോണോഗ്രാഫും അങ്ങനെ നമ്മൾ മേലെ പറഞ്ഞ പോലെയുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻസ് റിക്വയർമെന്റ് ഫോർ ദ കമ്പോസിഷൻ ഓഫ് മെഡിസിൻ, ടെസ്റ്റ് ടു ബി ക്യാഡ് ഔട്ട് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ സബ്സ്റ്റൻസ് യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ. അതായത് ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കണം, ഏത് രീതിയിൽ ഉണ്ടാക്കേണ്ട, അങ്ങനെയുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സും ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ലീഗലി ബൈൻഡ് ഇൻ ദ മെമ്പർ സ്റ്റേറ്റ് ദ യൂറോപ്യൻ ഫാർമക്കോപ്പിയ കൺവെൻഷൻ ആൻഡ് ദ യൂറോപ്യൻ യൂണിയൻ. അത് മാത്രമല്ല യൂറോപ്യൻ ഫാർമക്കോപ്പിയക്ക് വേറെ അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ലീഗലി എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ ഫാർമക്കോപ്പിയ കൺവെൻഷൻ ആൻഡ് ദ യൂറോപ്യൻ യൂണിയനുമായിട്ട് ലിങ്ക് ഉണ്ട്. അവിടെ മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ യൂറോപ്യൻ ഫാർമക്കോപ്പിയ കൺവെൻഷൻ ആൻഡ് ദ യൂറോപ്യൻ യൂണിയൻ. സോ ലീഗൽ ബൈൻഡിങ് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ യൂറോപ്യൻ ഫാർമക്കോപ്പിയുടെ അഡ്വാൻറ്റേജ്. സോ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരില്ല, ഇന്ത്യൻ ഫാർമക്കോപ്പിയ മാത്രമേ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടൂ. ഇതൊക്കെ ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററിയും അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ബാക്ക് എൻഡ് ആയിട്ട് വരുന്ന ഫാർമസീൻ്റെ അല്ലെങ്കിൽ ഫാർമസി പ്രൊഫഷണൽ സ്കോപ്സും കാര്യങ്ങളുമാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമസി പ്രൊഫഷൻ ഓഫ് ഇൻ ഇന്ത്യ. സോ ഫാർമസി പ്രൊഫഷൻ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വർക്ക് ചെയ്തത്? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാർമസി എന്ന് പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ എല്ലാ പേർക്കും ഡ്രഗൊക്കെ എഫക്റ്റീവ് ആവുക, നന്നായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്ലോബലി എല്ലാവർക്കും എഫിക്കൻ്റ് ആവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് പറയുന്നുണ്ട്. സോ മിത്തോളജിയിൽ പറഞ്ഞ ലോർഡ് ബ്രഹ്മ, ദ ഫസ്റ്റ് ടീച്ചർ ഓഫ് ദ യൂണിവേഴ്സ്, ഓതറൈസ് ആയുർവേദ അറൌണ്ട് 5000 BC. സോ ഫസ്റ്റ് ലോർഡ് ബ്രഹ്മ, നമുക്ക് ബ്രഹ്മാവാണ് ദൈവത്തിൻ്റെ ഒക്കെ ഫസ്റ്റ് ടീച്ചറായിട്ടും ആയുർവേദയുടെ ഒരു ഒറിജിനൊക്കെ വരുന്നത് അങ്ങനെയാണെന്നാണ് മിത്തോളജി പറയുന്നത്. സോ നമ്മളത് വിശ്വസിക്കുന്നില്ല. പിന്നെ വേദിക് പീരീഡ് പറയുന്നുണ്ട്, ഋഗ്വേദയിൽ ഒരുപാട് ഹെർബ്സിനെ പറ്റി പറയുന്നുണ്ട്. ലോർഡ് ധന്വന്തിരി, ഗോഡ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, ഇലോബറേറ്റ് എഴുതിയാൽ മാത്രം മതി. ഈ 2 പോയിന്റ്സ് മാത്രം നോക്കി ഹിസ്റ്ററി എങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നെക്സ്റ്റ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. ഹോസ്പിറ്റൽ എക്സൈറ്റഡ് ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് ഗ്രേറ്റ് അശോക വിച്ച് ഓർഗനൈസ്ഡ് ഹോസ്പിറ്റൽ ആക്റ്റീവ് ഇൻ തമിഴ്നാടു ഇൻ 900 AD. സോ ഫസ്റ്റ് ഹോസ്പിറ്റലിനെ കുറച്ച് ഹിസ്റ്ററി പറയുന്നുണ്ട്. ഗ്രേറ്റ് അശോകയുടെ സമയത്താണ് ഹോസ്പിറ്റൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു, ആ സമയത്ത് പോലും എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ തമിഴ്നാടിലെ 900 AD ഹിസ്റ്ററീസ് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് പ്രീ ഇൻഡിപെൻഡൻസ് എറ, ബ്രിട്ടീഷാണ് അലോപ്പത്തിക് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത് കേട്ടോ. ഫസ്റ്റ് കെമിസ്റ്റ് ആൻഡ് ഷോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്, 1811. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെച്ചാൽ മതി, ബാക്കി തള്ളാൻ പറ്റൂട്ടോ. സോ ഫാർമസി ഡെവലപ്മെന്റ് ആണ്. ഇന്ത്യൻ ഫാർമക്കോപ്പി, ഫസ്റ്റ് ഫാർമക്കോപ്പി നമ്മൾ പറഞ്ഞല്ലോ 1868 വന്നു. ആൻഡ് ഫാർമസി ആക്ട് 948. ഫാർമസി ആക്ടിനകത്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ റെഗുലേഷൻ, ഒരു ഫാർമസിസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ബേസിക് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് പഠിക്കാം, അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. പിന്നെ ഫാർമസി കൗൺസിലിൻ്റെ
ഒരു ഫോർമേഷനും കൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, നമുക്ക് അതുകൊണ്ട് അധികം ചോദിക്കില്ല, കാരണം നമുക്ക് ഈ അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് മേ ബി ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഈ ഒരു ഫുൾ എൻ്റയർ ഒരു ക്ലാസ്സും സ്കോപ്പും ഡെവലപ്മെൻറ്റും ആണ് നമ്മൾ കൂടുതലും പറയുന്നത് കേട്ടോ. സോ ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം എങ്ങനെയുള്ള കാര്യം എന്നാണ് പറയുന്നത്. പ്രൊഫഷണൽ ബോഡീസ്, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കോൺഗ്രസ് അസോസിയേഷൻ 1948 രൂപീകരിച്ചു. ഇന്ത്യൻ മാനുഫാക്ചർ അസോസിയേഷൻ 1961 രൂപീകരിച്ചു എന്നുള്ളതാണ്. ആൻഡ് റെഗുലേഷൻ ആക്ട് പറയുന്നുണ്ട്. ഡ്രഗ് ആക്ട് 1940, ഫാർമസി ആക്ട് 1948, നാർക്കോട്ടിക് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985, അങ്ങനെയുള്ള കുറച്ച് ഫാർമസ്യൂട്ടിക്കൽ ആക്ടുകൾ കൊണ്ടുവന്നു. ഇതൊക്കെ കൊണ്ടുവരുന്ന കാര്യം എന്താണ്, നമുക്ക് സേഫ് ആയിട്ട് അല്ലെങ്കിൽ എഫിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ് ആണ്. BHU സ്റ്റാർട്ടഡ് എ റെഗുലർ ഡിഗ്രി കോഴ്സ് ഇൻ ഫാർമസി 1937-38. 1937-38 എന്ത് ചെയ്തു, BHU ഒരു ഡിഗ്രി കോഴ്സ് ഫാർമസിയിൽ കൊണ്ടുവന്നു. പിന്നെ ഡിപ്ലോമ കോഴ്സ് 1949 കൊണ്ടുവന്നത്. മാസ്റ്റർ ഫാർമസി സിലബസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് 1960. സോ ഇതൊക്കെ ജസ്റ്റ് ബേസിക് പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സുകൾ നോക്കി വെക്കുക, ഹിസ്റ്ററി ചോദിക്കുവാണെങ്കിൽ ഇത് വെച്ച് തള്ളുക കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് മോഡേണൈസേഷൻ ആണ്. ഇന്ത്യൻ ഫാർമക്കോപ്പിയ സോ സബ്സിക്വൻറ്റ് എഡിഷൻ. സോ നമുക്കറിയാം ഒരു ബുക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കോട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ 1966, 1985, 1996, 2070 എന്നും പറഞ്ഞിട്ട് നമ്മൾ എഡിഷൻ കൊണ്ടുവന്നു. പിന്നെ ഫാം ഡി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ, പക്ഷെ ഫർദർ ഡെവലപ്മെൻറ്റിലൊന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മളെ ഇന്ത്യ ഡെവലപ്പിംഗ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് മാറി വരുമായിരിക്കും. ആൻഡ് കറണ്ട് സ്റ്റാറ്റസ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാർമസി എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് പണ്ടത്തെ പോലെയല്ല, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചലഞ്ചസ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കുറയുന്നൊരു ഫീൽഡും കൂടെയാണ്. ഒരേ സമയത്ത് ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് ആൾക്കാർ ഉണ്ടെന്നാലും ഒരേ സമയത്ത് അഡ്മിഷൻ എടുക്കുന്നത് കുറയുന്നുണ്ട്. കാരണം ഫാർമസി എന്ന് പറയുന്ന ഒരു കോഴ്സിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ, ശമ്പളമില്ലായ്മ, അതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. പിന്നെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് പറയുന്നുണ്ട്, നമുക്ക് കറണ്ട് ട്രെൻഡ് അനുസരിച്ചിട്ട് ഫാർമസ്യൂട്ടിക്കൽ കെയറിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് അഡ്മിഷൻസ് ഫാർമസിയിൽ കുറയുന്നുണ്ട്, അത് കൂട്ടുക, ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കൊണ്ടുവരിക, ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്, പഠിക്കാനായിട്ടൊന്നുമില്ല, കുറച്ച് വർഷങ്ങളും അല്ലെങ്കിൽ ഫാർമക്കോപ്പിനെ പറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് കേൾക്കുക, വേണം എന്ന് തോന്നുന്ന പോയിന്റ്സ് മാത്രം പഠിക്കുക. അങ്ങനെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ സ്കോപ്പോ അങ്ങനെ എടുത്ത് ചോദിക്കാൻ ചാൻസും കുറവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ, ബൈ.